നമസ്കാരം സുഹൃത്തുക്കളെ. ദി കേരള സ്റ്റോറി ട്രെയിലറിലെ ആ രംഗം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. ഒരു പെൺകുട്ടി ബീഫ് കഴിക്കില്ല എന്ന് കരഞ്ഞു പറയുന്നു. പക്ഷേ ചിലർ അവളെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് ആ കുട്ടി ബീഫ് കഴിക്കില്ല എന്ന് വാശി പിടിക്കുന്നത്? അതൊരു മതപരമായ പ്രശ്നമാണെന്നാണോ നിങ്ങൾ കരുതിയത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സത്യത്തിൽ ആ കുട്ടി ലോകം കണ്ട ഏറ്റവും വലിയ രാജ്യസ്നേഹികളിൽ ഒരാളാണ്. നമുക്കറിയാം, ലോകത്ത് ബീഫ് കയറ്റുമതിയിൽ നമ്മുടെ ഭാരതം 2ാം സ്ഥാനത്താണെന്ന്. 1ാം സ്ഥാനത്ത് ബ്രസീലാണ്. ആ പെൺകുട്ടി എന്തിനാണ് ബീഫ് വേണ്ടെന്ന് വെച്ചത് എന്നറിയാമോ? അവൾക്കുള്ള വിഹിതം കൂടി വിദേശത്തേക്ക് കയറ്റുമതി ചെയ്താൽ ബ്രസീലിനെ പൊട്ടിച്ച് ഇന്ത്യക്ക് 1ാം സ്ഥാനത്ത് എത്താമല്ലോ എന്ന വലിയൊരു രാജ്യസ്നേഹം കൊണ്ടാണ് അവൾ ആ ത്യാഗം ചെയ്യുന്നത്. ഇവിടെയാണ് നിങ്ങൾ കേരളത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയിലിരുന്ന് ഏറ്റവും കൂടുതൽ ബീഫ് കഴിക്കുന്നത് മലയാളികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളം കൂടി ആ പെൺകുട്ടിയെപ്പോലെ ബീഫ് കഴിക്കാതെ ഇരുന്നാൽ എന്ത് സംഭവിക്കും? നമ്മുടെ കയറ്റുമതി കുതിച്ചുയരും. നമുക്ക് നിഷ്പ്രയാസം 1ാം സ്ഥാനത്ത് എത്താൻ പറ്റും. പക്ഷേ മലയാളികൾ അത് സമ്മതിക്കുമോ? അവർ വാശി പിടിച്ച് ബീഫ് കഴിച്ച് ഇന്ത്യക്ക് കിട്ടേണ്ടിയിരുന്ന ആ 1ാം സ്ഥാനം കളയുകയാണ്. ഇന്ത്യയെ 1ാം സ്ഥാനത്തെത്താൻ സമ്മതിക്കാത്ത ഈ കേരളത്തിൻ്റെ കഥയായതുകൊണ്ടാണ് സംവിധായകൻ ഈ സിനിമയ്ക്ക് ദി കേരള സ്റ്റോറി എന്ന് പേരിട്ടത് തന്നെ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ആ കുട്ടിയെ എന്തിനാണ് അവർ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്നത് എന്ന്? രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാൻ നടക്കുന്ന ചില ദേശവിരുദ്ധരാണ് അതിനു പിന്നിൽ. ആ കുട്ടിയെപ്പോലെ രാജ്യസ്നേഹം കാരണം ബീഫ് കഴിക്കാതെ മാറി നിൽക്കുന്നവരെ കൂടി ഇവർ നിർബന്ധിച്ച് കഴിപ്പിച്ച് അവരും ആ ബീഫിൻ്റെ രുചി അറിഞ്ഞാൽ എന്തുണ്ടാകും? പിന്നെ ആർക്കും നിർത്താൻ പറ്റില്ല. ഇന്ത്യയിലെ ബീഫ് മുഴുവൻ ഇവിടെ തന്നെ തിന്നു തീർക്കും. അതോടെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന യുപിയിൽ നിന്ന് വിദേശത്തേക്ക് അയക്കാൻ ഒരു കഷണം ഇറച്ചി പോലും ബാക്കി കാണില്ല. അതായത് സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ കയറ്റുമതി കുറച്ച് വിദേശ നാണ്യം ഇല്ലാതാക്കി ഈ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു തീവ്രവാദ നീക്കമാണ് ആ നിർബന്ധിച്ച് കഴിപ്പിക്കൽ. ഇനിയെങ്കിലും യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പോൾ ശരി, ഞാൻ പോയി 2 പൊറോട്ടയും ബീഫും കഴിച്ച് ഇന്ത്യയുടെ ആ 1ാം സ്ഥാനം ഒന്ന് തകർത്തിട്ട് വരാം. നന്ദി, നമസ്കാരം.